അയ്യോ മച്ചമ്മേ, നല്ല സമയത്ത് മച്ചമ്മ വന്നു. മഞ്ചളണ്ണ, അപ്പൊ ഇന്ന് എന്റെ അനിയന്റെ കാശ് സർക്കാർ ഖജനാലോട്ട് ഇല്ല, സർക്കാരിന്റെ കാശ് അനിയനാ കിട്ടിയിരിക്കുന്നത്. 5000 മച്ചമ്മി അടിച്ചാ അപ്പൊ ചെലവുണ്ട്. ചെലവുണ്ട്. ആ അത് പറഞ്ഞപ്പോഴാ ഒറ്റ വിട്ട് മഞ്ചുള. പിന്നെ മഞ്ജുളണ്ണ ഇപ്പൊ പൈസ തരും. ഇത് ഞാൻ കയ്യോടെ മച്ചമ്മ അങ്ങ് ഏൽപ്പിക്കും. എന്റെ പോക്കറ്റിൽ നിന്ന് വീട്ടിലോട്ട് നിന്ന് റോസ്മേരി ഇത് മൊത്തം വാരിക്കൊണ്ട് പോകുന്നു. അല്ല അവക്ക് കൊടുക്കണ്ടേത്. എന്റെ മച്ചമ്മ ഇത് കൊടുത്ത 5000 കൊടുത്ത അവൾ 5000 എന്നെ കൊണ്ട് കടം എടുപ്പിച്ച് 10000ന്റെ ചെലവ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മച്ചമ്മ ഒരു കാര്യം ചെയ്യാം, ഈ പൈസ മച്ചമ്മയുടെ കൈ വെക്കണം. അവൾ എന്തെങ്കിലും ആവശ്യത്തിന് പൈസയുടെ ആവശ്യം പറയുന്നത് ഞാൻ മച്ചമ്മയോട് കടം ചോദിക്കുന്ന പോലെ ചോദിക്കും. അന്നേരം ഇതിൽ നിന്ന് എടുത്ത് തരരുത്. എന്റെ കയ്യിലാണ് റൊണാൾഡോ അങ്ങ് കൈ മലത്തിയേക്കണം. ഈ പൈസ കൈ വെച്ചിരുന്നാൽ മതി, ഞാൻ അത് മുറ പോലെ എടുത്ത് ഞാൻ ചെലവാക്കിക്കോളാം. ഈ സമയത്ത് ഭാഗ്യദേവത കൊണ്ടു തന്നതാ. അല്ല കുഴപ്പമില്ല. പൈസ സൂക്ഷിക്കുന്ന കാര്യത്തില് DDT പാർട്ടിയുടെ മുഴുവൻ ഫണ്ടും എൻ്റെ കയ്യിലല്ലേ, ഞാനല്ലേ സൂക്ഷിക്കുന്നത്. നീ നോക്കിക്കോ, അടുത്ത ഭരണം നമ്മുടെ കയ്യിലാണെങ്കിൽ ധനകാര്യം എൻ്റെ കയ്യിലായിരിക്കും. പിന്നെ അപ്പോട്ടെ സാറ് പറയാറുണ്ട് അതൊക്കെ. അല്ല ഈ സീക്രട്ട് അവിടെ ആരോടും പോയി പറഞ്ഞേക്കല്ലേ. ഇവിടെ രഹസ്യം സൂക്ഷിക്കുന്ന കാര്യത്തിൽ എന്നെ കുറിച്ച് നീ അന്വേഷിച്ച് നോക്ക്. അല്ല ഒരു 150 കമ്മീഷൻ എടുത്തിട്ട് ബാക്കി കൊടുത്തേ. 5000 അടിച്ചല്ലേ, 150 രൂപ തന്നത്. 100 തൊട്ട് 250 എടുത്തു. അടുത്ത 5000 അടിക്കുമ്പോൾ 500 തരുന്നു. ഇല്ലെന്നോ, അത് 10000 അങ്ങനെ കണക്കാക്കണം. ഇത് കൊള്ളാട്ടാ, ഇത് കൊള്ളാം. അധികം വിലയും ഇല്ലല്ലേ. അതാന്ന് 550 രൂപ ഉള്ളതിന്. എടുക്കട്ടെ, ബുക്ക് ചെയ്യും. ഇവിടെ വരുമ്പോ കൊടുത്താ പോരെ? ഇവിടെ വരുമ്പോ പൈസ കൊടുത്താൽ അത് ഞാൻ പിള്ളേർ അച്ഛൻ്റെ വാങ്ങിച്ചു കൊടുത്തോളാം. ബുക്ക് ചെയ്യും. നാളെ വരുമോ? നാളെയാ ഡെലിവറി കാണിക്കുന്നത്. ഇങ്ങനെ അതെ വരുന്നു. പിള്ളേരുടെ പപ്പ സ്ഥാപിച്ചെടുക്കാൻ നോക്കുന്ന പോലെ. എനിക്ക് ഒരു 550 രൂപ വരുമോ? എന്തിന്? അതെന്താന്നറിയാമോ, നമ്മുടെ ലില്ലി ഉണ്ടല്ലോ, അവളാണെങ്കിൽ ആ ഫോണിനകത്താണെങ്കിലേ ഇങ്ങനെ എന്നെ അങ്ങ് നിർബന്ധിക്കുവാണേ ഒരു ഉടുപ്പ് കണ്ടപ്പം. അതെനിക്ക് നന്നായിട്ട് ചേരുമെന്ന് ഞാൻ നോക്കിയപ്പോൾ അതെനിക്ക് നന്നായിട്ട് ചേരുമെന്ന് തോന്നി. എനിക്കൊരു 550 രൂപ എന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച്. പൈസ ഇല്ല, ഒരു കാര്യം കൊണ്ടുവരട്ടെ, അടുത്താഴ്ച കൊടുക്കാന്ന് പറ. അല്ല കൊണ്ടുവരുമോ? പൈസ ഇല്ല. ഇപ്പൊ എങ്ങനെ? അവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു 4750 രൂപ പോലും എടുക്കാനില്ല. അല്ല, ഒരു നയാ പൈസ എടുക്കാനില്ല. ഒന്നുമില്ല, മച്ചമ്മയ്ക്ക് അറിയാമല്ലോ എന്റെ കൈ കാലിയാന്നല്ലോ. എന്നാ പിന്നെ ക്ലീറ്റോണന്റെ ചോദിച്ചിട്ട്. എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അല്ലേ 600 രൂപ ഉണ്ടെങ്കിൽ എവിടെ? എൻ്റെ കയ്യിൽ എവിടെ ഇരിക്കുന്നു? അല്ല ഇല്ല, അതുകൊണ്ട് 600 രൂപ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് താ, ഞാൻ അടുത്ത ആഴ്ച അങ്ങ് തരാം. ക്യാൻസൽ ചെയ്യട്ടെ ചേച്ചി? അയ്യോ ക്യാൻസൽ. ഇപ്പൊ പൈസ മറിച്ച് കൊടുത്താൽ തന്നെ നീ എങ്ങനെ തിരിച്ചു തരും? അല്ല അടുത്ത ആഴ്ച ഒരു ബൈക്കിന്റെ പണി വരുമായിരിക്കും. അപ്പൊ അടുത്ത ആഴ്ച എടുത്താൽ മതി എന്ന് വെക്കണം. അതെ റോസ്മേരി, നമ്മളൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് കയ്യിൽ കാശ് വായിൽ ദോശ. നമ്മൾ പൈസ ഉള്ളപ്പോ ഉള്ളതുപോലെ ചെലവാക്കുക, ഇല്ലാത്തപ്പോ ഇല്ലാത്ത പോലെ ഇരിക്കുക. ആവശ്യമില്ലാത്ത കുറെ മോഹങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കണം. പൈസ വരുമ്പോ എടുക്കാൻ. ഇത് ക്യാൻസൽ ചെയ്യട്ടെ? ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. ഞാനിത് ഒരുപാട് ആഗ്രഹിച്ച ചാണകപ്പച്ചയ്ക്ക് അത് കറുപ്പും നീലയും പുള്ളികളായിരുന്നു. എനിക്കിത് ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു, എനിക്കത് വേണം. അയ്യോ ഇതാ പറയുന്നത് 50 പവനും 10 ലക്ഷം രൂപയും കൊണ്ട് നിങ്ങളോട് ഇറങ്ങി വന്നതല്ലേ ഞാൻ. എന്നിട്ട് എനിക്ക് 550 രൂപ തരാൻ പോലും നിങ്ങളുടെ ഇല്ലല്ലോ. സാഹചര്യമല്ലേ, മനുഷ്യന്റെ സാഹചര്യമല്ലേ. ഇപ്പൊ 550 രൂപ വരുമ്പോ മേടിച്ചു തരും. എടുക്കാനില്ലാഞ്ഞിട്ടല്ലേ വരുമ്പോ. അയ്യോ എന്നാലും ഞാനത് ഒത്തിരി ആഗ്രഹിച്ചു, എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഓഫറൊക്കെ ഉണ്ടാവും ഇനി വരുമോ? ചിലപ്പോ അടുത്ത ആഴ്ച 500 രൂപയ്ക്ക് വരും. അല്ല എന്നാലും എനിക്കത് ഇപ്പൊ വേണം, എനിക്ക് വേണം. അത് ഇവരൊന്നും രണ്ടും പറഞ്ഞ് വെറുതെ പോലീസുകാരെ ഇടവേണ്ട ആവശ്യമൊന്നുമില്ല. പോലീസുകാരുടെ കുടുംബ പ്രശ്നമാണോ? അവിടെ ഒരുപാട് ചർച്ച നടക്കുന്നുണ്ട് കുടുംബ പ്രശ്നത്തിന്റെ. അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ല. എന്നാലും ലില്ലി നീ എന്ത് ഭാഗ്യവതിയാ. കനകണ്ണനെ പോലെ ഒരു അണ്ണനെ കിട്ടിയോണ്ടല്ലേ നിനക്ക് എന്ത് ഓർഡർ ചെയ്താലും അത് അന്നേരം മേടിച്ചു തരത്തില്ലേ. അയ്യോ എനിക്കും ഉണ്ടല്ലേ ഭർത്താവ്, മേലെനിക്ക് ഒരു ജോലിയും ചെയ്യത്തില്ല, എനിക്കൊരു തുണിയും മേടിച്ചു തരത്തില്ല. എന്ത് ഓർഡർ ചെയ്താലൊന്നും വാങ്ങിച്ചു തരത്തില്ല. അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഏട്ടനും വാങ്ങിച്ചു തരത്തുള്ളൂ. അടുത്ത ആഴ്ച അവന്റെ പൈസ വരുമല്ലോ, മേടിച്ചു തരും. പിന്നെ എന്തേ പോയ മുങ്ങിയ? അയ്യോ അയ്യോ അങ്ങോട്ടല്ലേ ചേച്ചി, ഇങ്ങോട്ടായിരിക്കും പോയത്. അങ്ങോട്ടാ പോയത്. അയ്യോ ദൈവമേ, ഇതിന്റെ എവിടുന്നൊക്കെയാ കിളി പറന്നു പോയേക്കുന്നത്? ഇവിടുന്ന് പോയി തീർന്നവർ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. കൊള്ളാം, നല്ല കുടുംബോടാ. കന്നടാ. എന്റെ ഭാഗ്യമാണ് ഈ കുടുംബത്തിൽ വന്ന് കയറിയത്.